ഹായ്, എല്ലാവരും എന്നോടൊക്കെ ഭയങ്കര മഴയാണേ. മഴയത്ത് എനിക്ക് പണിയടിക്കാനൊക്കത്തില്ല, അതുകൊണ്ട് ഇവിടെ ഇങ്ങനെ ഇരിക്കുകയാണ്. തണുപ്പായതുകൊണ്ട് കോട്ടൊക്കെ ഇട്ട് പണിയടിക്കാതിരിക്കാൻ ഇരിക്കുക. എല്ലാവരും എന്നോടൊക്കുക സ്കാൻ ചെയ്യാൻ ചെല്ലണമെന്ന് പറഞ്ഞു, പക്ഷേ പൈസ ആകാഞ്ഞതുകൊണ്ട് പോയില്ലേ. എനിക്ക് പണ്ടൊരു യൂട്യൂബ് ചാനലുണ്ടായിരുന്നേ. അത് ഞാൻ മേളിലും വീന താഴെയും താമസിക്കുന്ന സമയത്ത് ഞങ്ങൾ ഉണ്ടാക്കിയതാണേ ആ യൂട്യൂബ് ചാനൽ. പിന്നെ വയ്യാഴികയൊക്കെ ആയപ്പോൾ ഉണ്ടല്ലോ വീഡിയോ ഒന്നും ഇട്ടില്ലേ. നിങ്ങളെല്ലാവരും ആ യൂട്യൂബ് ചാനലിൽ കയറി ഷെയർ ചെയ്ത് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബൊക്കെ ചെയ്യണേ. അതെനിക്കൊരു വരുമാനമാകുവാണെങ്കിൽ ആകട്ടെ. എനിക്ക് ആകെപ്പാടെ 93 സബ്സ്ക്രൈബേഴ്സേ ഉള്ളൂ അതിനകത്ത്. അപ്പോഴത്തേക്ക് എനിക്ക് വയ്യാണ്ടൊക്കെ ആയായിരുന്നു. പിന്നെ ഞങ്ങൾ വീഡിയോ ഒന്നും ഇട്ടില്ലായിരുന്നേ. പിന്നെ മൈ ഹോം കിച്ചൺ എന്നാണ് ഇതിൻ്റെ, ഞാൻ ലിങ്ക് ഇട്ടേക്കാം. ഇപ്പം എനിക്ക് ഒട്ടും വയ്യ, അങ്ങ് മഴയും കൂടെ ആയതുകൊണ്ട്. എന്നാലും ഞങ്ങളൊരു വീഡിയോ ഒരു സാധനം ഉണ്ടാക്കാം. അത് നിങ്ങളെല്ലാവരും ഉണ്ടാക്കണേ. അത് ഞാൻ നിങ്ങൾക്കൂടെ കാണിച്ചു തരാമേ. നമ്മുടെ ബീന അത് ഉണ്ടാക്കും. ഞാനൊക്കെ ബീനയ്ക്ക് അത് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ബീന അത് ഉണ്ടാക്കും. ഞങ്ങളത് രണ്ടുപേരും കൂടെ അത് ഉണ്ടാക്കിയിട്ട് നിങ്ങളെ കാണിക്കാവേ. എല്ലാവരും ലൈക്ക് ഷെയറും ചെയ്യണം. യൂട്യൂബ് ചാനലിൽ കയറണേ. സഹായിക്കാൻ മനസ്സുള്ളവരെയൊക്കെ സഹായിക്കണേ. നമ്മൾ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ എടുത്തേക്കുന്ന കുറച്ച് സാധനമേ ഉള്ളൂ. അതായത് ചുമന്നുള്ളി, കുറച്ച് തൈര്, പിന്നെ മിക്സി എടുത്തിട്ടുണ്ട്, ജാർ എടുത്തിട്ടുണ്ട്. ഈ മുളകാണ്, കൊണ്ടാട്ടം മുളകില്ലേ, ഇതിട്ട് നമുക്കൊരു പരിപാടി ചെയ്യാവേ. ഗ്യാസിൽ പാൻ വെച്ചിട്ടുണ്ട്. നമുക്കിപ്പോൾ അത് റെഡിയാക്കാം. നമ്മുടെ പാൻ വെച്ചിട്ടുണ്ട്. അതിനകത്തോട്ട് എണ്ണ ഒഴിക്കടി മോനെ. എണ്ണ ഒഴിച്ചു. നമ്മൾ മുളക് പാക്കറ്റ് മുറിച്ച് വെച്ചിട്ടുണ്ട്. പാക്കറ്റ് മേടിക്കുന്ന മുളകാണേ, കൊണ്ടാട്ടം മുളക്. ഇതിനകത്തൊട്ടിട്ടാണ് ഇപ്പം. ഇതിനകത്തൊട്ടിട്ട് നമ്മളൊരു 3 പാക്കറ്റാണ് എടുത്തേക്കുന്നത്. ഇത് ഉണക്കത്തെ 3 പാക്കറ്റ്, ഇതുപോലത്തെ 3 പാക്കറ്റാണ്. ഇനി ഇതൊന്ന് മൂക്കാനായിട്ട് നമുക്ക് ഇളക്കി കൊടുക്കാവേ. ഇതൊന്ന് മൂത്ത് വരണം. ഇത് പെട്ടെന്ന് ഉപ്പുമുളകല്ലേ ഉണ്ട്. ഈ കറിക്കകത്ത് വേറൊരു പ്രത്യേകതയുണ്ട്. ഉപ്പിടണ്ട. ഉപ്പ് പിന്നാണെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഇട്ടാൽ മതി. ഇതിന് ഉപ്പിൻ്റെ അധികം ആവശ്യമില്ല കേട്ടോ. ഇതിനകത്ത് നിറച്ച് ഉപ്പടിച്ച് കയറ്റിയേക്കുക, ഈ മുളക് നിറച്ചും. അതുകൊണ്ട് ഉപ്പിൻ്റെ ആവശ്യം അധികം വരുന്നില്ല. ഇത് നന്നായിട്ട് മുരിച്ചങ്ങ് എടുക്കുകയാണേ. ഇപ്പം തന്നെ മുരിഞ്ഞോളും, അധികം താമസമില്ല. നമ്മുടെ ഈ മുളക്, കൊണ്ടാട്ടം മുളക് നല്ലതായിട്ട് മുരിഞ്ഞ് കറുത്ത് വരുന്നുണ്ടാണ്. അതൊന്ന് നിലത്ത് പോയി, അതെടുത്തെറി. ഹായ് ചെടി. നമ്മൾ വീരയാണ് കുക്കിംഗ്. ആ മുളക് തെറിച്ച് പോകാൻ മതിയെന്ന് തോന്നുന്നു. ഒരുവിധം മൂത്തിട്ടുണ്ട് മുളക്. ഇനി നമുക്ക് മുളക് അങ്ങ് നിർത്തി വയ്ക്കാമേ. ഇതൊന്ന് തണുക്കാനായിട്ട് നമുക്ക് അവസരം കൊടുക്കാം. കാരണം മുളക് അങ്ങ് മുളകൊന്ന് വിധം ഒരു തണുക്കട്ടെ. നമ്മുടെ ശീലച്ചേച്ചി ഹായ് ഒക്കെ സ്ഥിരം പരിപാടിയിലേക്ക് ഇറങ്ങുകയാണ്. തയ്യലാണ്, യൂണിഫോമാണ്, തയ്യൽ നടത്തുകയാണ്. നമ്മുടെ അമ്പ് ഇവിടെ നിൽപ്പുണ്ട്. ശീലച്ചേച്ചിയുടെ ഭർത്താവ് ബീനയുടെ ആങ്ങള, ബീനയുടെ ഇളയ മകൻ. വേറൊരു ചെറുക്കൻ തലേ തുണി ഇട്ട് മൂടിയേ. നമ്മുടെ ജാറിനകത്തോട്ട് ആ മുളക് വാരിയിടുവാണേ. മുളകെല്ലാം കൂടെ ജാറിനകത്തോട്ട് ഇട്ടിട്ട് നമുക്ക് എല്ലാം കൂടെ ഉപ്പിടല്ലേ ആരും ഉപ്പിടല്ലേ. ഉപ്പ് അവരവർക്ക് വേണം. ഇതിനകത്ത് നിറച്ച് ഉപ്പാണ്, അതുകൊണ്ട് ഉപ്പിടല്ലേ. വെച്ചിട്ട് നമ്മുടെ ഈ ചുമന്ന ഉള്ളിയില്ലേ, ഇതുകൂടെ അതിനകത്തോട്ട് വാരിയിടുക. ഇനി കൈ കൊണ്ട് വാരിയിട്ടെന്ന് ആരും ഹൈജീൻ പറയണ്ട. അതിന് ഇട്ടോടി. ഞങ്ങൾ നല്ല കൈയൊക്കെ നല്ല വൃത്തിയായിട്ട് കഴുകിയിട്ടാണ്. അതുകൊണ്ട് അതാരും പറയണ്ട എന്നാണ് ഞാൻ പറഞ്ഞത്. കൈയൊക്കെ നല്ല വൃത്തിയായിട്ട് കഴുകിയതാണ്. ഇനി നമുക്ക് ജാറ് നമ്മൾ മിക്സിക്കകത്ത് അതങ്ങോട്ട് അത് രണ്ടും കൂടെ ആ ചുമന്ന ഉള്ളിയും ആ കൊണ്ടാട്ട മുളകും കൂടെ ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി അതിനകത്തോട്ട് ഈ തൈര് ഒഴിച്ചെടി. അതിനകത്ത് നമ്മൾ എടുത്ത് വെച്ച തൈര് അങ്ങോട്ട് ഒഴിക്കുവാണേ. ഇനി അരച്ചെടി. ഇല്ല, ഒറ്റ ചുറ്റിയാൽ മതി. ഒറ്റ ഒരു ഇത് നമുക്ക് എടുക്കാം. നമുക്കിനി ഒന്ന് തുറക്കാവേ. അതിട്ടൊന്ന് ചുറ്റിച്ച് കണ്ടോ, ഉപ്പുണ്ടോ നോക്കിയടി. പിന്നെ കണ്ടോ, ഇത് നമുക്ക് ചോറിൻ്റെയൊക്കെ കൂടെയും നോക്കിയടി ഉപ്പൊക്കെ ഉണ്ടല്ലോ. ഇത് നിങ്ങളും വീട്ടിൽ ചെയ്ത് നോക്കുക.
നമ്മുടെ വീഡിയോയ്ക്ക് എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എനിക്ക് കഴിക്കാനൊക്കത്തില്ല, എനിക്ക് കരിക്കും വെള്ളവും നാരങ്ങ വെള്ളമോ കുടിക്കാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് ഇത് വീന കഴിച്ച് നോക്കി. ഇനി നിങ്ങളും ഉണ്ടാക്കി നോക്കുക. ഇതൊരു പാത്രത്തിലോട്ടാക്കിയിട്ട് നമുക്ക് ആവശ്യാനുസരണം ചോറിൻ്റെ കൂടെ നമുക്ക് കഴിക്കാം കേട്ടോ. അത് ഈ പാത്രത്തിനകത്തോട്ടാക്കിയിട്ട് കളയാതെ ആവശ്യാനുസരണം ചോറിൻ്റെ കൂടെ കഴിക്കാം. പെട്ടെന്ന് കറിയൊന്നും ഇല്ലെങ്കിൽ നല്ല സൂപ്പറായിട്ട് ചോറുണ്ണാന്നൊക്കെ നല്ലതാണ്. നിങ്ങളും ഇത് വെച്ച് നോക്കുക, ചെയ്ത് നോക്കുക. അപ്പോൾ ടാറ്റാ ബൈ ബൈ. നമുക്കിനി അടുത്ത പ്രാവശ്യം കാണാം. അപ്പോൾ നമ്മുടെ ചമ്മന്തി നോക്കുക. ചമ്മന്തി അല്ലൊരു കറി പോലെ.